പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഇതാണ് മൂന്നാർ. ഇത് കേരളത്തിലുള്ള ഒരു പ്രദേശമാണ്, മലമ്പ്രദേശമാണ്. അതിമനോഹരമായൊരു സ്ഥലമാണിത്. മലമ്പ്രദേശമാണ്. ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട്. ഇവിടുത്തെ പൂന്തോട്ടത്തിലാണ് ഈ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ട് പോയാലും, ഏത് സിറ്റിയിൽ ചെന്നാലും ഒരു ഹാർട്ട്, ഒരു ഹൃദയം ഉണ്ടാക്കിയിരിക്കും. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ഞാൻ സ്നേഹിക്കുന്നു. മൂന്നാർ എന്നാൽ ഞാൻ മൂന്നാറിനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ പല നാടുകളിലും വെച്ചിട്ടുണ്ട്, സിംഗപ്പൂരിലും മലേഷ്യയിലുമെല്ലാം. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വരെ വന്നു അല്ലേ? നമ്മുടെ നാട് എന്നൊരു ഹാർട്ട് ഉണ്ടാക്കി വെച്ച് ഞാൻ സ്നേഹിക്കുന്നു, സ്നേഹത്തിന്റെ അടയാളമായി ഒരു ഹൃദയം ഉണ്ടാക്കി വയ്ക്കുന്നു. നാം ഹൃദയപൂർവ്വം നാടിനെ സ്നേഹിക്കണം എന്നാണ് ഇതിനർത്ഥം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടായിരിക്കണം. ആരോട്? ദൈവത്തിനോട് സ്നേഹമുണ്ടായിരിക്കണം. യഹോവയാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മോടുള്ള സ്നേഹം കൊണ്ട് മനുഷ്യനായി ജനിച്ച് കുരിശിൽ നമുക്കു വേണ്ടി രക്തം ചൊരിഞ്ഞവൻ. ആ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും നാം സ്നേഹിക്കേണ്ടതാണ്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് പരീക്ഷിച്ചു നോക്കൂ. യേശുവിനെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അല്ല, എല്ലാറ്റിലുമുപരി മികച്ച ഉയർന്ന സ്നേഹത്തെ നാം ദൈവത്തിന് കൊടുക്കണം. യേശു എല്ലാറ്റിലുമുപരി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് മുറിവുകളെല്ലാം ഏറ്റെടുത്ത് തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ മേലുള്ള സ്നേഹം. അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ അതേപോലെ നാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. എന്തിനെയാണ് ഞാൻ കൂടുതലായി സ്നേഹിക്കുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ. ചില വസ്തുക്കളുടെ മേൽ കൂടുതൽ പ്രിയം. അതില്ലാതെ എനിക്ക് വയ്യ എന്ന് പറയുന്നു. സെൽഫോൺ, അതിനോട് എന്തൊരു പ്രിയമാണല്ലേ? അതില്ലാതെ ഒരു ദിവസമെങ്കിലും പറ്റുമോ? പക്ഷേ യേശു ഇല്ലാതിരിക്കുന്നില്ലേ? പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നില്ലേ? ബൈബിൾ വായിക്കാതിരിക്കുന്നില്ലേ? സെൽഫോൺ ഇല്ലാതിരിക്കാനാവില്ലല്ലോ. അപ്പോൾ എന്തിനെയാണ് കൂടുതലായി സ്നേഹിക്കുന്നത്? നാം മാനസാന്തരപ്പെട്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണേ, ഇനി സെൽഫോൺ, ലോകത്തിലുള്ള മനുഷ്യന്മാർ, ഇവരെക്കാൾ എല്ലാം കൂടുതലായി ഞാൻ അങ്ങയെ മാത്രമേ സ്നേഹിക്കൂ. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ആ പരിധിയിൽ സ്നേഹിക്കാനായി ഏൽപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അധികമായി സ്നേഹിച്ച് നമ്മെ പുണർന്ന് നമ്മെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കും. ഇന്ന് ദൈവത്തെ നോക്കി പറയൂ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ അങ്ങയെ സ്നേഹിക്കുന്നതാണ്. എന്റെ സ്നേഹക്കുറവിനെ ക്ഷമിക്കണമേ യേശുവേ. ഇനി പ്രഥമ സ്നേഹം, ആദ്യത്തെ സ്നേഹം അങ്ങയോടായിരിക്കുമെന്ന് പറയുമോ? ദൈവം സന്തോഷിക്കുന്നതായിരിക്കും. യേശുവേ, ഞാൻ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും അങ്ങയെ സ്നേഹിക്കാനായി സമർപ്പിക്കുന്നു. എന്റെ പ്രഥമ സ്നേഹം അങ്ങയോടായിരിക്കും. എന്നെ സമർപ്പിക്കുന്നു. എന്റെ സ്നേഹക്കുറവിനെ ക്ഷമിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ